എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 132-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഏകദേശം 10 ഏക്കറോളം സ്ഥലത്ത് താമസക്കാരുണ്ട്. അതിൽ ഒരേ ഒരാൾ മാത്രമേ സ്ഥലം വിൽക്കുകയില്ല എന്ന് കട്ടായം പറയുന്നുള്ളൂ. അയാളുടെ പേര് സജീവൻ എന്നാണ്. ഒറ്റത്തടിയാണ്. അതുകൊണ്ട് എന്തിനേയും നേരിടാൻ ധൈര്യം കൂടും. അയാൾ കൊടുക്കാത്തതുകൊണ്ട് ആകെയുള്ളതിൽ വിൽക്കാത്തത് ആ ഒരേ ഒരേക്കർ സ്ഥലം മാത്രം. ബാക്കിയുള്ള 9 ഏക്കറും വീരൻ തന്നെ വില പറഞ്ഞ് കച്ചവടമാക്കി. പലർക്കായിട്ടാണ് സ്ഥലം വാങ്ങിയിടുന്നത്. രൊക്കം പണം നൽകി. കഴിവതും വേഗം തന്നെ അവരിൽ നിന്നും സ്ഥലം ആധാരം ചെയ്ത് വാങ്ങി. എല്ലാവരെയും ഒരു ദിവസം തന്നെ രജിസ്റ്റർ ഓഫീസിലെത്തിച്ചു. രജിസ്ട്രാർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വന്നു. അതോടെ അയാളുടെ സംശയങ്ങളെല്ലാം തീർന്നു. ന്യായവിലയെക്കുറിച്ചും ഉടമസ്ഥതയെക്കുറിച്ചും ഒന്നും ഇനി അയാൾക്ക് സംശയമില്ല. വില്ലേജ് ഓഫീസിൽ പോയതും വീരൻ തന്നെയാണ്. വേണ്ട പോലെ എല്ലാവരെയും കണ്ടതുകൊണ്ട് എളുപ്പത്തിൽ പോക്കുവരവും ചെയ്തു കിട്ടി. എഴുതി വാങ്ങുന്നവർക്ക് വേണ്ടി രജിസ്റ്റർ ഓഫീസിലെത്തിയതൊക്കെ റെജിയുടെയും വീരൻ്റെയും അടുത്ത ആളുകൾ തന്നെയായിരുന്നു. സ്ഥലം വിറ്റ നാട്ടുകാർക്ക് അവിടെ നിന്നും താമസം മാറാൻ 15 ദിവസത്തെ കാലാവധിയാണ് ആവശ്യപ്പെട്ടത്. അത്രയും നൽകിയാൽ ശരിയാവില്ല. അതുകൊണ്ട് അത് അധികമാണെന്നാണ് വീരൻ പറഞ്ഞത്. വീരൻ്റെ നിർബന്ധം കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ താമസം മാറിക്കൊള്ളാം എന്ന് എല്ലാവരും സമ്മതിച്ചു. ഇനി പ്രശ്നമായി നിൽക്കുന്നത് ഒരാളാണ്. തൻ്റെ ഒപ്പം പരാതി കൊടുക്കാൻ ഒപ്പിട്ട് തന്നവരെല്ലാമാണ് നല്ല വില കിട്ടിയപ്പോൾ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ സ്ഥലം വിറ്റത്. എല്ലാവരും പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് തീരുമാനം മാറ്റാൻ തോന്നിയതാണ്. അയാളോട് അടുപ്പമുള്ള ചിലരും അയാളെ നിർബന്ധിച്ചു. എന്നാലും വിൽക്കുന്നോ എന്ന് ചോദിച്ചു വന്നയാളോട് വാശി പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും അയാൾ കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മറ്റാരോടും ആലോചിക്കാനില്ലാത്ത ഒറ്റയാനായ ഒരാളാണ് അയാൾ. വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. അതായിരിക്കാം അയാളുടെ ധൈര്യം. പോരാത്തതിന് പാർട്ടിയുടെ പ്രാദേശിക നേതാവുമാണ്. വേറെ ഉള്ളവരെല്ലാം തന്നെ വിട്ടു പോയാലും പാർട്ടി തന്നെ കൈവിടില്ല. അത്രയും സപ്പോർട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തെയും പുഷ്പം പോലെ നേരിടാം. അതായിരുന്നു അയാളുടെ വിചാരം. ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർന്നതിന് ശേഷം വീരൻ റെജി മുതലാളിയുമായി രഹസ്യമായി ഒരു മീറ്റിംഗ് നടത്തി. റെജിയുടെ കാറിൽ വെച്ചായിരുന്നു സംസാരം. അന്ന് നമുക്കെതിരെ പരാതി കൊടുത്ത 10 പേരിൽ 9 പേരുടെയും സ്ഥലം കച്ചവടമാക്കി. 9 പേരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു വാങ്ങി. ആ 9 പേരും ബിനാമികളാണ്, വിശ്വസിക്കാവുന്നവരുമാണ്. പരാതി കൊടുത്തവരെല്ലാം അവിടെ നിന്നും ഒരാഴ്ച കൊണ്ട് താമസം മാറും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മുതലാളി തന്ന പണവും കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ഒരാൾ മാത്രമാണ്, ഒരു സജീവൻ. അയാളുടെ സ്ഥലത്തിൻ്റെ കാര്യവും ഞാനൊന്ന് സംസാരിച്ചതാണ്. അപ്പോഴും അയാൾ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അയാൾ സ്ഥലം കൊടുക്കാത്തത് വില കൂടുതൽ കൊടുക്കാത്തത് കൊണ്ടല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പണം കൊടുക്കാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എല്ലാം വാങ്ങിയത് നീയല്ലേ, അതും ഒരു കാരണമാകാം. അപ്പോൾ ഈ ഇടപാടിനെ പറ്റി അയാൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാകും. നീ ഒരു കാര്യം ചെയ്യ്. മറ്റൊരാളെ സ്ഥലത്തിന് വില പറയാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വിട്ടുനോക്ക്. നീ വാങ്ങിയതിലും കുറച്ചുകൂടി കൂടുതൽ വില പറയാൻ പറഞ്ഞുവിട്. ചിലപ്പോൾ നമുക്ക് ഒരു പണി ഒഴിവായി കിട്ടിയാലോ. മുതലാളിക്ക് എന്താ ഇപ്പോൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ മടിയായി തുടങ്ങിയോ? നേരത്തെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ.
ഏതവനെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താനോ വണ്ടി ഇടിപ്പിക്കാനോ ഒരു മടിയുമില്ലാതിരുന്ന ആളാണ് ഇപ്പോൾ മടി പറയുന്നത്. അതോ അയാൾ പാർട്ടി നേതാവായതിൻ്റെ ഭയമാണോ? ഭയമായിരിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതായി ഇതുവരെ തോന്നിയിട്ടുമില്ല. ഏതായാലും മുതലാളി പറഞ്ഞു തന്ന വഴി കൂടി നോക്കാം. പറഞ്ഞു വിടാൻ വേറെ ഒരാളെ കിട്ടാൻ ഒരു വിഷമവുമില്ല. നാട്ടിൽ നിന്നുള്ളവന്മാർ ചിലർ അടുത്ത ഗ്രാമത്തിൽ പണിയെടുക്കുന്നുണ്ട്. അവരിലൊരാളെ പറഞ്ഞു വിടാം. മുതലാളി പറഞ്ഞതുപോലെ ഞാൻ മറ്റൊരാളെ കണ്ടുപിടിച്ച് പറഞ്ഞു വിട്ടേക്കാം. എന്നാലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അവന് ഒരു പണി കൊടുക്കാനുള്ള ആലോചനയിൽ തന്നെയാണ് ഞാൻ. ഉചിതമായ സ്ഥലവും സൗകര്യവും ഒക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ വണ്ടി തന്നെ അതിനുപയോഗിക്കണമോ വേണ്ടയോ എന്നാണ് ആലോചിക്കുന്നത്. വേറെ ഒരെണ്ണമായിരിക്കും കുറേ കൂടി നല്ലത്. ഏതായാലും നമ്മൾ പറഞ്ഞു വിടുന്ന ആൾ പോയി സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ടും അടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക തന്നെ. അല്ലാതെ എന്ത് ചെയ്യാൻ? നമ്മുടെ വണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി അതിനായി ഉപയോഗിക്കാം. എന്തായാലും പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും പാതിരയാവും. ആ സമയത്ത് എവിടെയെങ്കിലും കാത്തു നിന്നാൽ മതി. ഒരു പട്ടിക്കുറുക്കനും അറിയില്ല. അപകടം പറ്റി വഴിയിൽ മരിച്ചു കിടക്കുന്നു, അത്ര തന്നെ. അടുത്ത ഒരാൾ കൂടി സ്ഥലത്തിന് വില പറയാൻ വേണ്ടി സജീവൻ്റെ അടുത്ത് പോയി. പരമാവധി വില വരെ പറഞ്ഞു. എത്ര വില തന്നാലും കൊടുക്കില്ല എന്ന വാശിയിലാണ് സജീവൻ. മരണം ഇരന്നു വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവൻ. അതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? കളിക്കുന്നത് ഏത് സ്വഭാവക്കാരോടാണ് എന്ന് അവൻ അറിയില്ലാഞ്ഞിട്ടല്ലേ? പറഞ്ഞു വിട്ടയാൾ വെറും കൈയോടെ തിരിച്ചു വന്നു. ഇനി സംസാരമില്ലല്ലോ, പ്രവൃത്തിയല്ലേ ഉള്ളൂ. അതോടെ റെജി അയാളുടെ വിധി തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ കാത്തിരിപ്പ് തന്നെയായിരുന്നു. അതിനിടയിലാണ് വീരൻ്റെ ഒരു ബന്ധു തമിഴ്നാട്ടിൽ നിന്നും വന്നത്. നല്ല സ്വയംഭൻ ഗുണ്ട. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല. വണ്ടി ഇടിപ്പിച്ച് തട്ടിക്കളയുന്ന കാര്യത്തിൽ അതിവിദഗ്ധനാണ് പോലും. അവൻ നാട്ടിൽ വന്നത് വേറെ ആരും അറിയാതെയാണ്. അപ്പോൾ പിന്നെ അവൻ എന്തെങ്കിലും ചെയ്തിട്ട് ഈ നാട്ടിൽ നിന്ന് പോയാലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയേയില്ല. അങ്ങനെ ഒരുത്തൻ വന്നിട്ട് പോലുമില്ലല്ലോ. സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടി നേതാവിൻ്റെ മുഴുവൻ പേര് സജീവൻ കൊയോങ്കര എന്നാണ്. വെറും സജീവനല്ല, വേറെയും ഒരു സജീവൻ അവിടെ തന്നെ പ്രവർത്തകനായി ഉണ്ട്. തിരിച്ചറിയാൻ നാടിൻ്റെ പേര് ചേർത്താണ് വിളിക്കുക. ചിലപ്പോൾ പേര് പറയാതെ സ്ഥലപ്പേര് മാത്രമായും അറിയപ്പെടും. സജീവൻ കൊയോങ്കരയ്ക്ക് എതിരെ പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാമോ എന്ന് ഒരു വഴി റെജി ആദ്യം തന്നെ നോക്കിയിരുന്നു. അത് വിജയിച്ചില്ല. അവൻ്റെ പിന്നിൽ പാർട്ടിക്കാർ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്ത്രപൂർവം അതിൽ നിന്ന് പിന്മാറി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സജീവൻ്റെ പരാതി ഇപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കസ്റ്റഡിയിലിരിക്കുകയാണ്. ഏത് നിമിഷവും അവർക്ക് പരിശോധനയ്ക്ക് വരാൻ തോന്നാം. ഇവൻ ഏതെങ്കിലും കാരണവശാൽ ഇല്ലാതെയായാൽ പിന്നെ പരാതി പൊക്കിക്കൊണ്ടുവരാൻ ആരെക്കൊണ്ടും കഴിയില്ല. പിന്നെ ആരും വരികയുമില്ല. വീരൻ്റെ ബന്ധുവിൻ്റെ പേര് സുരപാണ്ഡ്യൻ എന്നാണ്. ചുരുക്കി വിളിക്കുന്നത് സുരൻ എന്നാണ്. 1-2 ദിവസത്തിനുള്ളിൽ സുരൻ നിരത്തുംതട്ടിൽ എത്തി. സുരൻ വന്ന അന്നു മുതൽ കമ്പനിയുടെ ഒരു വാഹനം ഓടിക്കുന്നത് അവനാണ്. അവൻ ഒരു വണ്ടിയും കൊണ്ടാണ് വന്നതെങ്കിലും അത് പുറത്തിറക്കാതെ ഒരു സ്ഥലത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം വേറെയാണ്. അത് ആരോടും പറയാതിരിക്കുകയുമാണ്. പറയാവുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ അതെവിടെ നിന്നെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കും. സുരനെ കൊണ്ടുതന്നെ നമ്മൾ ആലോചിച്ച രണ്ടാമത്തെ കാര്യവും കൂടി അങ്ങ് ചെയ്യിപ്പിച്ചിട്ട് വിട്ടാലോ? ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 കാര്യവും കഴിഞ്ഞു കിട്ടും. മുതലാളിയുടെ ശത്രുക്കൾ മുഴുവൻ ഒറ്റയടിക്ക് തീർന്നു കാണുന്നത് എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. കൊടുങ്കാറ്റടിച്ച പറമ്പ് പോലെയാകും എല്ലാം. അത് ഏതായാലും വേണ്ട. ഇനി അഥവാ അവനില്ലാതെ ആയാലും അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനു വെറുതെ അവനെ കൂടി ഇല്ലായ്മ ചെയ്യുന്നു? വേണമെങ്കിലൊന്ന് പേടിപ്പിക്കാം.
അതിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ പറ്റില്ല. സുരനെ ഏൽപ്പിച്ചാൽ അവൻ ചിലപ്പോൾ തീർത്തു കളയും. പിന്നെ അതൊരു വിഷമമായി മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അത് വേണ്ട. അവന് ചെറിയ തോതിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അത് പിന്നീട് മതി താനും. വീരനെ തന്നെ അത് ഏൽപ്പിക്കുകയും ചെയ്യാം. ഒരു തവണ കൂടി അവനോടൊന്ന് സംസാരിച്ചു നോക്കണം. ഒന്നുമില്ലെങ്കിലും പഴയ കൂട്ടുകാരൻ എന്ന നിലയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് തന്നാലോ? തൻ്റെ ആഗ്രഹവും നടക്കും. അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ താൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്താൽ ആകെ പ്രശ്നമാണ്. വിവരം പുറത്തറിയുന്നതോടെ നാട്ടിൽ തനിക്ക് നിൽക്കാൻ മേലാത്ത അവസ്ഥ വരും. തനിക്ക് മാത്രമല്ല, തൻ്റെ വീട്ടുകാർക്കും. കിച്ചുവിനിപ്പോൾ നാട്ടിൽ തന്നെ നല്ല ജനപ്രീതിയാണ് ഉള്ളത്. എല്ലാവർക്കും അവനെ ഇഷ്ടവുമാണ്. തൻ്റെ നേരെ നോക്കി ചിലരൊക്കെ ഇളിച്ചു കാണിക്കും. അവർ പോലും അത് മനസ്സോടെ ചെയ്യുന്നതല്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ വായ്പ മേടിക്കണമെങ്കിൽ തൻ്റെ കയ്യിലേ ഉള്ളല്ലോ എന്നതുകൊണ്ടാണ്. മുതലാളി എന്ന് വിളിക്കുന്നുണ്ട്. കാണുമ്പോൾ വിശാലമായി ചിരിച്ചു കാണിക്കുകയും ചെയ്യും. അതൊന്നും പ്രതീക്ഷിക്കണ്ട. ദീർഘകാലത്തേക്കുള്ള സ്നേഹബന്ധമൊന്നുമല്ല അതൊന്നും. എന്നാൽ കിച്ചുവിനോടുള്ളത് അങ്ങനെയല്ല. അവനോടെല്ലാവർക്കും സ്നേഹമാണ്. എല്ലാവർക്കും അവനോട് ഒരു പ്രത്യേക വാത്സല്യമാണ്. അത് നേരത്തെ മുതലേ അങ്ങനെ തന്നെയാണ്. ആരുമില്ലാത്തവനാണല്ലോ എന്നതുകൊണ്ടായിരിക്കും. അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് ആ കാര്യം ഏതായാലും കുറച്ചുകൂടി ആലോചിച്ചതിന് ശേഷം നടപ്പിലാക്കിയാൽ മതി. പയ്യെ തിന്നാൽ ചിലപ്പോൾ പനയും തിന്നാൻ കഴിഞ്ഞാലോ? വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം സജീവൻ്റേതാണ്. അവനെ നിരീക്ഷിക്കാൻ സുരനെ തന്നെ ഏർപ്പാടാക്കിയതിന് ശേഷം റജിയും വീരനും കമ്പനിയിൽ കാത്തിരുന്നു. 1-2 ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് സുരൻ വിളിച്ചത്. സജീവൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാനാണ് തിരക്കിട്ട വിളി. ഇന്നിവിടെ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി കഴിയുമ്പോഴേക്കും കുറേയേറെ സമയമാകും. അത് കഴിഞ്ഞ് മിക്കവാറും അവൻ വീട്ടിലേക്ക് നടന്നു പോവുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എടുക്കാൻ പാകത്തിന് ഞാൻ വണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭദ്രമാണ്. ആരും കാണാതെ ചെയ്യാൻ ഒത്താൽ ഇന്ന് തന്നെ അവൻ്റെ കാര്യം കഴിക്കും. അത് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ തന്നെ ഞാൻ ഇവിടം വിടുകയും ചെയ്യും. സുരൻ വിളിക്കുന്നതും സംസാരിക്കുന്നതും മറ്റൊരു പേരിലുള്ള ഫോണിലേക്കാണ്. ഫോൺ ചേസ് ചെയ്താൽ പോലും വീരനെ പിടിക്കാൻ കഴിയില്ല. റജിയെ പിടിക്കാനും കഴിയില്ല. അതൊക്കെ വളരെ തന്ത്രപൂർവം ചെയ്തു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് സുരൻ അന്ന് സജീവനെ കാത്തുനിന്നത്. അവൻ്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. മീറ്റിങ്ങും ചർച്ചകളുമെല്ലാം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയപ്പോഴേക്കും രാത്രി 11:30 കഴിഞ്ഞു. സജീവൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. വഴിയിലും ആരുമില്ല. സജീവൻ്റെ കൂടെയും ആരുമില്ല. എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യം. സുരൻ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സജീവൻ്റെ നേരെ ഓടിച്ചു കൊണ്ടുവന്നു. എന്തായിരിക്കും ഇനി സംഭവിക്കുക? സജീവൻ്റെ കാര്യം തീർന്നു പോകുമോ? എല്ലാം അടുത്ത ഭാഗങ്ങളിൽ അറിയാം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെന്ന് അല്ലേ? ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.